സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാനിൻ്റെ നന്മ നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമളാൻ തീർച്ചയായും നമുക്ക് ഏറെ പ്രയോജനകരമായ ആവേശകരമായ സന്ദേശം നൽകുന്നു. ഇസ്ലാം മനുഷ്യനെ വെറുമൊരു വ്യക്തി എന്നതിൽ നിന്ന് താൻ ജീവിക്കുന്ന, താൻ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിലെ വളരെ സുപ്രധാനമായ ഒരു ദൗത്യം നിർവഹിക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു സന്ദേശമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ആരാധനാകർമ്മങ്ങൾ അധികവും മനുഷ്യനെ ഈ തലത്തിലേക്ക് ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്നവയാണ്. ഇബാദത്തുകൾക്ക് കൂടുതലും ഈ തലങ്ങളിൽ കാണാം. മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു, അവനെ ശക്തിപ്പെടുത്തുന്നു. ആ ശുദ്ധീകരണവും ശാക്തീകരണവും വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടവയുണ്ട്. അവൻ്റെ ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണവും ശാക്തീകരണവും നടത്തുന്നുണ്ട്. കുടുംബപരവും സാമൂഹികവും സാംസ്കാരികവും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ ശുദ്ധീകരണവും ശാക്തീകരണവും സാധ്യമാകുന്നു. ഉദാഹരണമായിട്ട് ഇസ്ലാം ആദ്യമായി നിർദ്ദേശിക്കുന്ന നമസ്കാരം. ആ നമസ്കാരം അഖിമിസ്വലാത്തലി ദിക്രി, എൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ നമസ്കാരം നിലനിർത്തുക എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അള്ളാഹുവിൻ്റെ സ്മരണയാണ് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഏറ്റവും ശക്തമായ ഉപകരണം. ആ ശുദ്ധീകരണത്തിൽ മനുഷ്യനെ സദാ ദിവസവും 5 നേരം അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിർത്തുകയും എല്ലാ പാപങ്ങളിൽ നിന്നും അവനെ മുക്തനാക്കുകയും അവനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. നമസ്കാരത്തിൻ്റെ ഗുണമായി അള്ളാഹു തന്നെ എടുത്തു പറയുന്നത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മ്ലേച്ഛകരമായ കുറ്റകരമായ കാര്യങ്ങളിൽ നിന്നും വിമുക്തനാക്കുന്നു എന്നാണ് നമസ്കാരത്തിൻ്റെ ഗുണമായി പറയുന്നത്. അതുപോലെ തന്നെ നോമ്പും മനുഷ്യനെ യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കുന്നു. വിവിധ തലങ്ങൾ ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. തികച്ചും വ്യക്തിപരമായ മൂല്യങ്ങൾ മാത്രമല്ല, ആ നോമ്പിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് അള്ളാഹു പറയുന്നു. തഖ്വ അത് വിശാലമായ ആഴത്തിലുള്ള അർത്ഥങ്ങളുള്ള ഒരു പ്രയോഗമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന് ഒന്നാം സ്ഥാനം കൽപ്പിക്കുകയും അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ മുൻഗണന കൊടുക്കുകയും അത് ജീവിതത്തിൻ്റെ ഓരോ ക്രയവിക്രയങ്ങളിലും നിലപാടുകളിലും എല്ലാം അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന വളരെ വിശാലമായ അർത്ഥത്തിലുള്ള പ്രയോഗമാണ് തഖ്വ. ആ തഖ്വയുള്ളവരാക്കി മാറ്റുവാനാണ് നോമ്പ് എന്ന വിശുദ്ധമായ കർമ്മം. ആ നോമ്പിലൂടെ നാം നേടിയെടുക്കുന്നത് വിവിധ മാനുഷിക മൂല്യങ്ങളാണ്. അത് തികച്ചും വ്യക്തിപരമായ വിശുദ്ധി, ദൃഢത, ലക്ഷ്യബോധം തുടങ്ങിയ മൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ ആർദ്രത, സഹാനുഭൂതി, പരസഹായം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങളും വളർത്തിയെടുക്കുന്നതിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് ഈ നോമ്പിലൂടെ. അഥവാ നോമ്പിലൂടെ ഒരു മനുഷ്യനെ സമൂഹത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാക്കി മാറ്റുകയും വ്യക്തി എന്ന നിലയിൽ അവനെ ഉന്നതനാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിൽ സമൂഹവും വ്യക്തിയും തമ്മിലുള്ള ഒരു രസതന്ത്രം ഇവിടെ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ നോമ്പിലൂടെ. ഈ നോമ്പ് വിശുദ്ധ റമളാൻ മാസത്തിലാണ്. റമളാൻ മാസത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത് തന്നെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം എന്നാണ്. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് വിശ്വാസ സമൂഹം വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം വളരെ ഊട്ടിയുറപ്പിക്കുന്ന മാസം കൂടിയാണ് റമളാൻ മാസം. പക്ഷെ ആ ബന്ധം പലപ്പോഴും ചുണ്ടുകളിലും നാവിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബന്ധമായി പോകുന്നു എന്നതാണ് ഈയിടെയായി കാണപ്പെടുന്ന മൂല്യശോഷണം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അത് അള്ളാഹു വിശേഷിപ്പിക്കുന്നത് തന്നെ സത്യവിശ്വാസിയുടെ ഹുദയാണ്. മനുഷ്യ സമൂഹത്തിന് ഹുദ, സന്മാർഗം, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഒന്നുകൂടിയാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഹദി ആയിഷ ബീവിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു, വ്യക്തിത്വം എങ്ങനെയായിരുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ ആയിഷ ബീവിയുടെ മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചക തിരുമേനിയുടെ വ്യക്തിത്വം അഥവാ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നാം വിശുദ്ധ ഖുർആനിലൂടെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ നേടിയെടുക്കേണ്ടത്
കേവലം ഒരു നാവിനോ ചുണ്ടുകൾക്കോ ഉള്ള ഒരു കർമ്മം മാത്രമല്ല, ഒരു ആചാരം മാത്രമല്ല. പകരം നാം ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയാണ്. ഖുർആൻ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മളുടെ രൂപപ്പെടുകയാണ്. ആ വിശുദ്ധ ഖുർആന്റെ മാസം കൂടിയാണ് റമദാൻ. റമദാനിലൂടെ നാം വിശുദ്ധ ഖുർആനിന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഓരോ വചനങ്ങളും, ഓരോ വാക്കുകളും, ഓരോ അക്ഷരങ്ങളും ഇത് എന്നോട് എൻ്റെ സൃഷ്ടാവായ നാഥൻ എന്നോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് എന്ന ഗൗരവത്തോടു കൂടി നാം ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ പാരായണം യഥാർത്ഥ ലക്ഷ്യം നേടിയെടുക്കുക. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ഓരോ അധ്യാപനങ്ങൾ കേൾക്കുമ്പോഴും അത് തൻ്റെ സ്വന്തം വ്യക്തിത്വവുമായി ചേർത്ത് താരതമ്യം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എൻ്റെ കുറവുകൾ എന്താണ്, ഞാൻ വളരേണ്ടത് ഏത് മേഖലയിലാണ് എന്ന് മനസ്സിലാവുക. അങ്ങനെ വരുമ്പോൾ വിശുദ്ധ ഖുർആന്റെ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും ഓരോ സന്ദേശങ്ങൾ നാം ഉരുവിടുമ്പോഴും അത് ഒരു സ്വയം പരിശോധനയ്ക്കുള്ള, സ്വയം വിലയിരുത്തിനുള്ള ഒരു അവസരം കൂടിയാണ്. വിശ്വാസിയുടെ കണ്ണ് നനയുന്നത് അപ്പോഴാണ്. അവൻ്റെ ഹൃദയം മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നത്, തപിക്കുന്നത് അതുകൊണ്ടാണ്. ആ രീതിയിലുള്ള നമ്മുടെ ഒരു വ്യക്തിത്വ രൂപീകരണം നടക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ യഥാർത്ഥം നമ്മെ നയിക്കേണ്ടത് ഒരു ഇസ്ലാമിക വ്യക്തിത്വ രൂപീകരണത്തിലേക്കാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുന്ന ഒരു പദപ്രയോഗം ഫുർഖാൻ എന്നാണ്, അഥവാ സത്യാസത്യ വിവേചകം. സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഒന്ന് എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ഫുർഖാൻ എന്ന പദപ്രയോഗം വീണ്ടും ഖുർആനിലുണ്ട്. യൗമുൽ ഫുർഖാൻ, ഫുർഖാന്റെ ദിവസം, സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം എന്ന ദിവസം, അതും വിശുദ്ധ റമദാനിലാണ്. അഥവാ ബദർ ദിനത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഫുർഖാന്റെ ദിവസം എന്ന് വിശേഷിപ്പിക്കുന്നത്. ബദർ യഥാർത്ഥത്തിൽ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കേൾക്കാറുള്ളത് പോലെ ഒരു വർഗീയ കലാപമോ ഒരു ഷണ്ഡയോ ഒരു സംഘർഷമോ അല്ല. പകരം അത് ഒരു ജനവിഭാഗത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. സ്വാതന്ത്ര്യം, നീതി, സുരക്ഷ, സമത്വം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അക്രമിക്കൂട്ടങ്ങളോട് ചെയ്ത പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ബദർ. ആ ബദർ എന്നും പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ്. ലോകത്തിന് മുമ്പിൽ ഇന്നും സത്യവിശ്വാസികളായ സമൂഹത്തിന് ഉയർത്തിപ്പിടിക്കുവാനുള്ള ഒരു മുദ്രാവാക്യമാണത്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. അഥവാ വിശുദ്ധ റമദാൻ ഒരേ സമയത്ത് നമ്മെ ശുദ്ധീകരിക്കുന്നു, സംസ്കരിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. ഒപ്പം നമ്മിൽ മാനുഷികമായ മൂല്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ അത് പ്രേരിപ്പിക്കുന്നു. ഒപ്പം നമുക്കൊരു ആദർശ അടിത്തറ നൽകുന്നു. വിശുദ്ധ ഖുർആനിലൂടെ ശരിയായ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം നൽകുന്നു. ആ ലക്ഷ്യവും ആ മാർഗവും ഒന്ന് ഊട്ടിയുറപ്പിക്കുന്നു. ഒപ്പം റമദാൻ നമ്മെ കർമ്മകുശലരാക്കുകയാണ്. ഒരിക്കലും റമദാൻ നമ്മെ പിന്തിരിപ്പിക്കുകയും സാമൂഹ്യ ജീവിതത്തിന് പിന്തിരിപ്പിക്കുകയും ആത്മീയതയുടെ നിഗൂഢമായ ഏതോ ഒരു പ്രത്യേക തലത്തിലേക്ക് നാം ഒതുക്കുകയും ചെയ്യുന്ന ഒന്നല്ല. പകരം നമ്മെ കൂടുതൽ കർമ്മ മേഖലകളിലേക്ക് നയിക്കുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ. കാരണം ആ വിശുദ്ധ റമദാൻ ഖുർആന്റെ മാസമാണ്, അത് ഫുർഖാന്റെ മാസമാണ്, ബദറിന്റെ മാസമാണ്. ഈ അർത്ഥത്തിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വ്യക്തിപരമായി ശുദ്ധീകരിക്കപ്പെടുകയും ശാക്തീകരിക്കപ്പെടുകയും അതോടൊപ്പം സമൂഹവും അവനും തമ്മിലുള്ള ഒരു പുതിയ രസതന്ത്രം രൂപപ്പെടുകയും സാമൂഹിക മാറ്റത്തിന്റെ ചാലകശക്തി അവന് മാറുകയും ഒരു ആദർശ ഖുർആൻ നൽകുന്ന ഒരു ആദർശ അടിത്തറയിൽ അവന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുകയും ആ വ്യക്തിത്വം വഴി അവൻ ഒരു പുതിയ പ്രഭാതത്തിന് വേണ്ടിയുള്ള, സാമൂഹിക മാറ്റത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള, സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം നയിക്കുകയും ചെയ്യുന്നു. ഇതാണ് വിശുദ്ധ റമദാൻ നൽകുന്ന സന്ദേശം. ആ അർത്ഥത്തിൽ ഈ വിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തുകയും അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും കാര്യമായ മാറ്റം ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ സഹോദരന്മാർക്കും റമദാൻ ആശംസകൾ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.